ചങ്ങനാശ്ശേരി എബ്രഹാംസ് ഇൻഫെർട്ടിലിറ്റി സെന്ററിന്റെ വന്ധ്യത രോഗവും ചികിത്സയും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. പ്രശസ്ത ലാപ്രോസ്കോപ്പി സർജനും IVF സ്പെഷ്യലിസ്റ്റും വന്ധ്യതാ ചികിത്സാ രംഗത്ത് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾക്ക് അർഹനുമായ ഡോക്ടർ സാംപി എബ്രഹാം വന്ധ്യതയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം. എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥയെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷിയുടെ സമയത്ത് 15% സ്ത്രീകളെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. നമുക്കറിയാം, എല്ലാ മാസവും പ്രത്യുൽപാദന ശേഷിയുടെ കാലഘട്ടത്തിൽ സ്ത്രീയുടെ ഗർഭാശയ ആവരണത്തിൽ ഗർഭധാരണത്തിലുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഈ പടത്തിൽ കാണുന്നത് പോലെ ആരോഗ്യമുള്ളൊരു ഭ്രൂണം ഗർഭാശയഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്നില്ല എങ്കിൽ ഗർഭാശയ ആവരണം വെളിയിൽ വരും. ഇതിനെയാണ് നമ്മുടെ മാസമുറ എന്ന് പറയുന്നത്. എൻഡോമെട്രിയോസിസ് ഉള്ള രോഗികളിൽ നമ്മൾ ഈ ഗർഭാശയ ആവരണം വിട്ട് വയറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഗർഭാശയ ആവരണ കോശങ്ങൾ വളരാം. എവിടെ ഇത് വളരുന്നു എന്നുള്ളതനുസരിച്ചാവും രോഗലക്ഷണം. ചിലർക്ക് ബന്ധപ്പെടുമ്പോഴുള്ള അതികഠിനമായിട്ടുള്ള വേദനയായിട്ട് ഇത് വരാം. മാസമുറ സമയത്ത് അതികഠിനമായിട്ടുള്ള വേദനയായിട്ട് ഇത് പ്രത്യക്ഷപ്പെടാം. മൂത്ര ഒഴിക്കുമ്പോഴുള്ള വേദനയായിട്ട് ഇത് വരാം. ദഹന പ്രക്രിയയിലുള്ള തകരാറായിട്ട് ഇത് വരാം. അങ്ങനെ പല രീതിയിൽ എൻഡോമെട്രിയോസിസ് പ്രത്യക്ഷപ്പെടാം. വന്ധ്യത അനുഭവിക്കുന്നവരിൽ 50% പേരിൽ എൻഡോമെട്രിയോസിസ് ഉണ്ട് എന്ന് നാം ഓർക്കേണ്ടതാണ്. എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ ഒരു നീർക്കെട്ടുള്ള അവസ്ഥയാണ്. ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേജ്, ഇതാണ് ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് അത് പറയുന്നത്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം മീഡിയേറ്റേഴ്സ് ഉണ്ട്. സൈറ്റോകൈനുകൾ, VEGF, ഇങ്ങനെയുള്ള മോളിക്യൂളുകൾ ഗർഭാശയ ആവരണത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ ഭ്രൂണത്തിന് അവിടെ പറ്റിപ്പിടിച്ച് വളരുവാൻ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കുകയില്ല. അതുപോലെ തന്നെ അണ്ഡത്തിനെതിരെയും ഗാമറ്റോടോക്സിക് എന്നാണ് അതിന് ശാസ്ത്രീയമായിട്ട് പറയുന്ന ഫാക്ടേഴ്സ് ചിലപ്പോൾ ഈ ഗർഭപാത്രത്തിന്റെ ആവരണത്തിൽ വെളിയിൽ വരുന്ന കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാം. അത് അണ്ഡവൈകല്യത്തിനും കാരണമാകാം. നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ അണ്ഡത്തിനുള്ളിലേക്ക് ബീജാണുക്കൾ കടന്നാലേ അണ്ഡത്തിന്റെ ആവരണമായ സോണ പെല്ലുസിഡയിൽ കൂടെ പുരുഷ ബീജാണുക്കളകത്തേക്ക് കടക്കണം. ഈ ഇന്ററാക്ഷൻ ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് ഉള്ളവരിൽ ശരിക്കും നടന്നു ഇല്ല എന്ന് വരാം. ട്യൂബും ഓവറിയും തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് അണ്ഡത്തെ പിക്കപ്പ് ചെയ്യുവാൻ ട്യൂബിന് പ്രശ്നമുണ്ടായെന്ന് വരാം. ഇതുകൊണ്ടൊക്കെയാണ് വന്ധ്യതയുള്ളവരിൽ 50% പേരിൽ ഇന്ന് എൻഡോമെട്രിയോസിസ് കാണപ്പെടുന്നുണ്ട്. ഗർഭകാലത്തുണ്ടാകുന്ന ഹോർമോണുകൾ ഒരു പരിധിവരെ ഈ അവസ്ഥയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ നമ്മളെ സഹായിക്കും. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴും ഈ ഗർഭാശയ ആവരണത്തിന്റെ കോശങ്ങൾക്ക് പ്രതികൂലമായ അവസ്ഥ അമ്മയിലുണ്ടാവും. എന്നാൽ ഇതുകൊണ്ടൊന്നും എൻഡോമെട്രിയോസിസ് പറഞ്ഞ അവസ്ഥ ഇല്ലാതാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഈ കാലഘട്ടത്തിൽ എൻഡോമെട്രിയോസിന്റെ പ്രവർത്തനം കുറയുമെന്നേ നമുക്ക് കരുതുവാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾ ഗർഭിണിയാകുവാൻ ഈ അവസ്ഥ പ്രശ്നമുണ്ടാക്കും. 2, ഗർഭകാലത്ത് തന്നെ അബോർഷനൊക്കെയുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ്. കാരണം ഇത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയിൽ, ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷനുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. തികയുന്നതിന് മുമ്പുള്ള ഡെലിവറി, പ്രീടേം ബർത്ത് എൻഡോമെട്രിയോസിസ് ഉള്ളവരിൽ കൂടുതലായിട്ട് നാം കാണാറുണ്ട്. പലപ്പോഴും ഈ കൂട്ടർക്ക് നോർമൽ ഡെലിവറിയെക്കാളും സിസേറിയൻ ഡെലിവറി ആയിരിക്കും പലപ്പോഴും വേണ്ടിവരിക. ഗർഭകാലത്ത് മാത്രം ഗർഭിണികളിൽ കാണപ്പെടുന്ന പ്രഷറുണ്ടാകുന്ന അവസ്ഥയായ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എൻഡോമെട്രിയോസിസ് ഉള്ളവരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറുപുള്ള നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ഗർഭപാത്രത്തിന്റെ താഴേക്ക് ഇറങ്ങി വരുന്ന പ്ലസന്റ പ്രീവിയ, അല്ലെങ്കിൽ മറുപുള്ള ഗർഭാശയമായിട്ട് വേർപിരിക്ക് ഈ പടത്തിൽ കാണുന്നത് പോലെ ഗർഭപാത്ര മസിലിന് ഇടയ്ക്കും ഈ ആവരണത്തിനും ഇടയ്ക്കും ബ്ലഡ് കളക്ട് ചെയ്യപ്പെടുന്ന മാരകമായ അബ്രപ്ഷ്യോ പ്ലസന്റ. ഈ അബ്രപ്ഷ്യോ പ്ലസന്റ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനും അമ്മയ്ക്കും അത് മാരകമാവാം. ഗർഭിണികളിൽ പ്രസവത്തിന് മുമ്പുള്ള അമിതമായിട്ടുള്ള രക്തസ്രാവത്തിന് എൻഡോമെട്രിയോസിസ് ഉള്ളവരിൽ സാധ്യത കൂടുതലാണ്. 20 ആഴ്ചയ്ക്ക് മുമ്പ് ഗർഭം അലസിപ്പോകുന്ന മിസ്കാരേജ് എൻഡോമെട്രിയോസിസ് ഉള്ളവരിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. വയറിൽ കിടന്ന് കുഞ്ഞു മരിക്കുന്ന സ്റ്റിൽ ബർത്ത്
ഈ അവസ്ഥ എൻഡോമെട്രിയോസിസ് ഉള്ളവരിൽ കാണുന്നു എന്ന് ചില പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. അപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ ഉള്ള ഒരാൾ ഗർഭിണിയാകുവാൻ നേരത്തെ ശ്രദ്ധിക്കണം. ഗർഭകാലത്തും മറ്റ് സ്ത്രീകളെക്കാൾ കൂടുതൽ ശ്രദ്ധ അവർക്ക് ആവശ്യമാണ്. സർജറിക്ക് ശേഷവും എൻഡോമെട്രിയോസിസ് ഉണ്ടായ ഒരു രോഗിയുടെ കത്ത് വളരെ വിശദമായിരുന്നു. ആ കുട്ടി ആ ചെയ്ത ഡോക്ടറുടെ ഒരു പ്രാഗൽഭ്യ കുറവാണ് അവിടെ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഈ ധാരണ ശരിയല്ല. സർജറിക്ക് ശേഷവും എൻഡോമെട്രിയോസിസ് വീണ്ടും വരാം. പല കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന്, ആ സർജറി സമയത്ത് ഈ രോഗത്തിന്റെ അവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു, ഈ എൻഡോമെട്രിയോട്ടിക് കോശങ്ങൾ എത്ര ഫലപ്രദമായി ഡോക്ടർക്ക് നീക്കം ചെയ്യുവാൻ കഴിഞ്ഞു, ഈ സർജറിക്ക് ശേഷം ഡോക്ടർ താങ്കൾക്ക് എന്തെങ്കിലും ഹോർമോൺ ഇഞ്ചക്ഷൻ തന്നിരുന്നോ, ഇത് വീണ്ടും വരാതിരിക്കുവാൻ, ഇങ്ങനെ പല പല കാര്യങ്ങളെ കുറിച്ച് നാം അറിയേണ്ടതായിട്ടുണ്ട്. ചില കേസുകളിൽ പുതിയതായിട്ടും എൻഡോമെട്രിയോട്ടിക് കോശങ്ങൾ വന്നു എന്ന് വരാം. അതുകൊണ്ട് ഒരു ഡോക്ടർക്കും ഉറപ്പ് പറയാൻ പറ്റുകയില്ല, ഞാൻ എൻഡോമെട്രിയോട്ടിക് സർജറി ചെയ്തു, ഇനിയും ആ രോഗിക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടാകുകയില്ല എന്ന്. പഠനങ്ങൾ വ്യക്തമായി വെളിവാക്കുന്നുണ്ട്, സർജറിക്ക് ശേഷം 20 മുതൽ 40% പേർക്ക് വീണ്ടും എൻഡോമെട്രിയോസിസ് ഉണ്ടാവാം. ഗർഭനിരോധന ഗുളികകള്, ഹോർമോൺ തെറാപ്പി, പ്രൊഗസ്റ്ററോൺ അടങ്ങിയ ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന ഇൻട്രായൂട്രൈൻ ഡിവൈസുകളൊക്കെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുവാനും ഈ അസുഖത്തിന്റെ പ്രോഗ്രഷൻ കുറയ്ക്കുവാനും സഹായിക്കും. എന്നാൽ ഈ രോഗാവസ്ഥ അതിന്റെ സിവിയർ സ്റ്റേജിലാണെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ നേരെ IVFന് പോകുന്നതാണ് നല്ലത്. ഒരു അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ഡിസീസ്, നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ട്യൂബും ഓവറിയും തമ്മിലുള്ള ബന്ധത്തെ അഫക്റ്റ് ചെയ്യുന്ന, ട്യൂബിന് നീർക്കെട്ട് വന്ന, ആന്തരികാവയവങ്ങൾ നന്നായി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഈ രോഗി നേരെ IVFന് പോകുന്നതാണ് നല്ലത്. IVFന് പോകുന്നതിന് മുൻപ് സിവിയർ എൻഡോമെട്രിയോസിസ് ആണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ ഓവറിയുടെ പ്രവർത്തനം കുറയ്ക്കുവാനായിട്ടുള്ള ഇഞ്ചക്ഷനുകൾ 3 മാസത്തേക്കോ 6 മാസത്തേക്കോ എടുക്കണം. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, എൻഡോമെട്രിയോസിസ് പറഞ്ഞ അവസ്ഥ ഉള്ളവരിൽ എല്ലാവരിലും ഒരുപോലെയുള്ള ചികിത്സയല്ല. രോഗിയുടെ പ്രായം, രോഗിയുടെ വന്ധ്യതയുടെ ദൈർഘ്യം, രോഗാവസ്ഥ, ഭർത്താവിന്റെ ബീജത്തിന്റെ നിലവാരം, ഇവയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് എൻഡോമെട്രിയോസിസ് പറഞ്ഞ അവസ്ഥ ചികിത്സിക്കപ്പെടുന്നത്. സർജറിക്ക് വിധേയരാകുന്ന എല്ലാ രോഗികളും ഈ അവസ്ഥ എന്റെ ഒരു ഓവറിയിലാണോ 2 ഓവറിയിലുമുണ്ടോ, ഡോക്ടർക്ക് എന്തുമാത്രം ഈ കോശങ്ങൾ സർജറി സമയത്ത് റിമൂവ് ചെയ്യാൻ പറ്റി, ട്യൂബും ഓവറിയുമായി ഒട്ടിപ്പിടിച്ചിരിക്കുകയാണോ, എങ്ങനെ ഇത് എന്റെ വന്ധ്യതയെ, എന്റെ ആ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓരോ രോഗിക്കും വ്യക്തമായിട്ടുള്ള അറിവുണ്ടാവേണ്ടതാണ്. കുഞ്ഞുങ്ങളുണ്ടാകാൻ കാലതാമസം വന്നാൽ എൻഡോമെട്രിയോസിസ് ഉള്ളവർ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സയ്ക്ക് മുതിരണം. കാര്യം പ്രായമാകും തോറും ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സയുടെ വിജയസാധ്യത കുറയും. മറ്റു മാർഗങ്ങൾ പരീക്ഷിച്ച് ഫലം കിട്ടാത്ത രോഗികൾ തീർച്ചയായിട്ടും IVF വഴി എൻഡോമെട്രിയോസിന് വിജയം കിട്ടുമോ എന്ന് ആരായേണ്ടതായിട്ടുണ്ട്. Abraham's Infertility Research Laparoscopic 4D Ultrasound Test Tube Baby Center. വന്ധ്യത, രോഗവും ചികിത്സയും എന്ന പ്രോഗ്രാമിലൂടെ കിട്ടിയ കത്തുകൾക്ക് ഡോക്ടർ ഇപ്പോൾ മറുപടി നൽകുന്നു. ഡോക്ടർ, 20 വയസ്സുള്ള എന്റെ വിവാഹം അടുത്തിടെയാണ് കഴിഞ്ഞത്. ലൈംഗിക കാര്യങ്ങളിൽ എനിക്ക് അത്ര കണ്ട് അറിവില്ല. ഭർത്താവുമൊത്ത് 4 പ്രാവശ്യം ശാരീരിക ബന്ധത്തിലേർപ്പെട്ടെങ്കിലും അവസാന തവണയാണ് കന്യാചർമ്മം ഛേദിക്കപ്പെട്ടത്.
സംഭോഗ സമയത്തെ വേദന കുറയ്ക്കാൻ ഭർത്താവ് ചില ക്രീമുകൾ ഉപയോഗിച്ചിരുന്നു. സംഭോഗത്തിന് ശേഷം കുറെ സമയത്തേക്ക് യോനിക്കുള്ളിൽ നിന്നും കുറെ സമയത്തേക്ക് സ്രവം പുറത്തേക്ക് വന്നു. ശുക്ലം പൂർണ്ണമായി അകത്തേക്ക് പോകാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശാരീരിക ബന്ധം വിജയിച്ചോ എന്ന് തിരിച്ചറിയാൻ മാർഗമുണ്ടോ? നിഷ നെടുമങ്ങാട്. എന്താണ് വിജയകരമായ ഒരു ലൈംഗിക ബന്ധം? രണ്ട് പങ്കാളികൾക്കും രണ്ടുപേർക്കും പൂർണ്ണമായ സംതൃപ്തി നൽകുന്ന ഒരവസ്ഥയ്ക്കാണ് വിജയകരമായ ലൈംഗിക ബന്ധം എന്ന് നമ്മൾ പറയുന്നത്. വിജയമല്ല, അവിടെ സംതൃപ്തിയാണ് പ്രാധാന്യം. ലൈംഗിക ബന്ധത്തിലൂടെയോ അല്ലാതെയോ കന്യാചർമ്മം ഛേദിക്കപ്പെടാം. ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ വേദനയുണ്ടായാൽ അതിന്റെ പുറകിൽ രോഗങ്ങളുണ്ടാവാം. എന്നാൽ യോനിമുഖത്ത് ശരിയായിട്ടുള്ള നനവില്ലെങ്കിലും ഈ അവസ്ഥയുണ്ടാവാം. താങ്കൾ പിന്തുടരുന്ന രീതി ശരിയല്ലാത്തത് മൂലം ഇങ്ങനെയുണ്ടാവാം. ബാഹ്യകേളികൾക്ക് കൂടുതൽ സമയം നൽകുവാൻ ശ്രദ്ധിക്കുക. ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് തുറന്ന് കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും വേണം. പങ്കാളിക്ക് ഏത് രീതിയാണ് കൂടുതൽ അനുയോജ്യം, താല്പര്യമെന്നറിയുവാൻ ശ്രദ്ധിക്കണം. സ്വന്തം താല്പര്യങ്ങളും മടികൂടാതെ പറയുവാൻ ശ്രമിക്കണം. എന്നാൽ പങ്കാളിയുടെ താല്പര്യം കൂടി കണക്കിലെടുത്തു വേണം മാർഗങ്ങൾ സ്വീകരിക്കുവാൻ. ലൈംഗിക ബന്ധത്തിൽ സ്ഖലനം സംഭവിക്കുമ്പോൾ സെമന്റെ നല്ലൊരു ഭാഗം വെളിയിലേക്ക് പോകും. അതിൽ വിഷമിക്കേണ്ട. അതിൽ ആരോഗ്യമുള്ള ബീജാണുക്കൾ ആ സമയത്ത് തന്നെ അകത്തേക്ക് കടക്കും. Abraham's Infertility Research Laparoscopic 4D Ultrasound Test Tube Baby Center. ഇനി ടെസ്റ്റ് മണി. ഡോക്ടർ സാംപി എബ്രഹാമിന്റെ വന്ധ്യതാ ചികിത്സയിലൂടെ സന്താന സൌഭാഗ്യം ലഭിച്ച ദമ്പതികൾ നമ്മോട് സംസാരിക്കുന്നു. വിവാഹം കഴിഞ്ഞ 1 വർഷവും 3 മാസത്തിന് ശേഷം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു. ശാരീരികമായിട്ട് ഒത്തിരി കുറവുകളും പ്രയാസങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കി. അതിനുശേഷം ഡോക്ടറെ വന്ന് കാണാനും ഡോക്ടറിലൂടെ എല്ലാ ചെക്കപ്പുകളും നടത്താനും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല എന്ന് ഡോക്ടറിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി. ഡോക്ടറുടെ ചികിത്സയിലൂടെ, പ്രത്യേകിച്ച് മരുന്നിലൂടെ ഞങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള സൗഖ്യം ഉണ്ടാവുകയും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഒരു മോളെ ഞങ്ങൾക്ക് ഡോക്ടറിൻ്റെ ചികിത്സയിലൂടെ ലഭിക്കുകയും ചെയ്തു. ഡോക്ടർക്കും ഇവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും നന്ദി പറയുവാനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ മോളെ ഏഞ്ചൽ മരിയ, അവൾക്കൊരു വയസ്സ് പ്രായം. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷത്തോളമായി. പിന്നെ 17 വർഷത്തോളം കേരളത്തിൽ മാത്രമല്ല പുറത്തും പല സ്ഥലത്തും പോയി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാ പ്രതീക്ഷയും അവസാനിച്ച കണക്ക് തന്നെയായിന്. ഇനി ഒരു കുട്ടി ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഇവരെ ഭർത്താവിൻ്റെ പെങ്ങൾ പറഞ്ഞിട്ടാണ് ഈ സാം ഡോക്ടറെ പറ്റിയിട്ട് അറിയാനിടയത്. എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി അങ്ങനെ വലിയൊരിതൊന്നും ഉണ്ടായിട്ടില്ല. TV പ്രോഗ്രാമിലൂടെ കണ്ടിട്ട് വന്നതാണ്. 6 മാസത്തോളം ഇവിടെ ചികിത്സ നടത്തി 2012 മാർച്ച് 28 ഒരു ആൺകുട്ടി പിറന്നു. എല്ലാ സൗഭാഗ്യങ്ങളും സാം ഡോക്ടർക്കും ഇവിടുത്തെ ഹോസ്പിറ്റലിനും ഉണ്ടാകട്ടെ എന്ന്
ആശംസിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി. ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സകളെല്ലാം നടത്തി. പക്ഷേ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം ചങ്ങനാശ്ശേരി സാംപി അബ്രഹാം എന്ന ഡോക്ടറുടെ TV പരിപാടി കാണാനിടയാവുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് എത്തുകയും ചെയ്തു. ഏകദേശം 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്തതോടുകൂടി ഞങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടി. പ്രഗ്നൻസി കിട്ടിക്കഴിഞ്ഞ് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആവുകയായിരുന്നു അന്ന് തൊട്ട് അവസാനം വരെ. ഡെലിവറി സമയത്തും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാം ഡോക്ടർ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജനുവരി 13-ാം തീയതി ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു. അതിന് സാം ഡോക്ടറോടും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും ഒക്കെ എന്നും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. അദ്ദേഹത്തിന്റെ സ്റ്റാഫും പ്രത്യേകിച്ച് ശോഭ സിസ്റ്റർ, വാർഡ് സ്റ്റാഫുകൾ, തിയേറ്റർ സ്റ്റാഫ്, എല്ലാ സ്റ്റാഫുകളും വളരെയധികം സ്നേഹത്തോടു കൂടി കൂടപ്പിറപ്പുകളെ പോലെയാണ് ഞങ്ങളോട് പെരുമാറിയിരുന്നത്. ഞങ്ങളുടെ ചികിത്സ സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് സാം ഡോക്ടറിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രസവ സമയത്തും എനിക്ക് അത് കഴിഞ്ഞിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ആ സമയത്തൊക്കെ ഒരുപാട് സഹായങ്ങൾ ഡോക്ടറിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സാം ഡോക്ടർ ശരിക്കും സത്യത്തിൽ ഞങ്ങൾക്ക് ഭൂമിയിലെ ദൈവം തന്നെയാണെന്ന് പറയാം. എനിക്ക് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ പെട്ടെന്ന് തന്നെ സാം ഡോക്ടറെ വന്ന് കാണുക. നിങ്ങളെ സങ്കടത്തിന് അറുതി വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല. എൻ്റെ ജീവിതാനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. സാം ഡോക്ടർക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായി. പല ഹോസ്പിറ്റലിലും ട്രീറ്റ്മെന്റ് ചെയ്തു. സാം ഡോക്ടറെ കുറിച്ച് അറിയാനിടയായി. 2 വർഷത്തെ ട്രീറ്റ്മെന്റിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ഡിസംബറിൽ 29-ാം തീയതി ഒരു ആൺകുഞ്ഞ് പിറന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ നന്ദി സാം ഡോക്ടറോടും കുടുംബത്തിനോടും അവിടെയുള്ള എല്ലാ സ്റ്റാഫിനോടും അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 20 വർഷക്കാലമായി വന്ധ്യത എന്ന പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലാണ് ഡോക്ടർ സാം എബ്രഹാമിന്റെ ചങ്ങനാശ്ശേരിയിലുള്ള ക്ലിനിക്കിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും 2010 ചികിത്സ ആരംഭിക്കുകയും 2 വർഷത്തോളം കാലം ദീർഘമായ ചികിത്സയ്ക്ക് ശേഷം 2013 ഏപ്രിൽ മാസം 21-ാം തീയതി നമ്മൾക്ക് ഒരാൺകുട്ടി ജനിക്കുകയും ആ കുട്ടി ഇപ്പോൾ 3 വയസ്സ് ആകാറായിരിക്കുകയാണ്. നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ്. വന്ധ്യതാ ചികിത്സ നേടുന്നതിന് വേണ്ടി ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു കേന്ദ്രം ആണ് ഇത് എന്നുള്ള കാര്യം തർക്കമില്ല. അതിലേക്ക് പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരും തീർച്ചയായും വരാനും നമ്മുടെ ദുരിതം നമ്മൾക്ക് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി ഡോക്ടറുടെ സേവനം പൂർണ്ണമായും ലഭിക്കും. അത് നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സമൂഹം ഉപയോഗിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും എന്നെ സംബന്ധിച്ചോളം എൻ്റെ കുടുംബത്തിനും നമ്മൾക്ക് ഇത് വൈകിട്ടാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയിട്ടുള്ള എൻ്റെ നമ്മുടെ കുട്ടി ജനിക്കുന്നതോടുകൂടി ഒരു വഴിത്തിരിവായി മാറിയിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്സാഹവും അതുപോലെ സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതമാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ആ ജീവിതം നമുക്ക് തന്നിട്ടുള്ള ഡോക്ടറുടെ കുടുംബത്തോടും ജീവനക്കാരോടും എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും കൂടി ഞാൻ അറിയിക്കുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. പല ഹോസ്പിറ്റലിലും ചികിത്സ നടത്തി ഫലമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുകയാണ് ചങ്ങനാശ്ശേരി സാം ഹോസ്പിറ്റലിനെ പറ്റി TV പ്രോഗ്രാമിലൂടെ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അവിടെ വന്ന് ഡോക്ടറെ കണ്ട് ചികിത്സ നടത്തി 1.5 വർഷത്തോളം ട്രീറ്റ്മെന്റ് ചെയ്തു. വർഷം ചികിത്സയ്ക്ക് ശേഷം പ്രഗ്നൻസി കിട്ടുകയും പ്രസവിക്കുകയും ഇപ്പോൾ കുട്ടികൾ 2 വയസ്സുമായി. സാം ഡോക്ടറെ നമ്മുടെ ഒരു കുടുംബം പോലെയാണ്. അങ്ങനെ ആ സന്തോഷം പങ്കുവെക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൽ ഡോക്ടറും കുടുംബത്തോടും ഹോസ്പിറ്റൽ എല്ലാ നഴ്സുകാരും നമ്മൾ നന്ദിയും കടപ്പാടും അറിയിച്ചുള്ളതാണ്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 1 വർഷമായി. പിള്ളേരൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ പല ആശുപത്രികളിൽ കയറിയിറങ്ങി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അതിലൊന്നും ഫലമില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ TV പ്രോഗ്രാമിലൂടെ സാം ഡോക്ടറിൻ്റെ പ്രോഗ്രാം കാണുകയും ഞങ്ങൾ സാം ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിൽ വന്ന് സാം ഡോക്ടറെ കാണുകയും സാം ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സാം ഡോക്ടർ നല്ലൊരു പ്രതീക്ഷ തരികയും ഉടൻ തന്നെ ലാപ്രോസ്കോപ്പി ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ സാം ഡോക്ടറുടെ പറഞ്ഞ പ്രകാരം ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തപ്പോൾ ഡോക്ടർ 6 മാസത്തിനുള്ളിൽ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുമെന്ന് ഡോക്ടർ ഉറപ്പ് തരികയും അങ്ങനെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ലഭിക്കുകയുണ്ടായി. എൻ്റെ കുഞ്ഞിൻ്റെ പേര് നസ്രീൻ ഫാത്തിമ. അതേപോലെ
സാം ഡോക്ടർ ഞങ്ങൾക്ക് സാമ്പത്തികപരമായി ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റാഫിനോടും ഡോക്ടറിനോടും ഡോക്ടറിൻ്റെ കുടുംബാംഗങ്ങളോടും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നപ്പം വളരെയേറെ ദുഃഖമുണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിന് ശേഷം വിവാഹം കഴിച്ചവർക്കും കുട്ടികളുണ്ടായി കണ്ടപ്പം വളരെ വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ 2 പേർക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മരുന്നിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് കാരണം മറ്റു ഹോസ്പിറ്റലിലൊന്നും പോകാൻ തയ്യാറാകാതിരിക്കുകയായിരുന്നു. അന്നേരമാണ് സാം ഡോക്ടറുടെ ഹോസ്പിറ്റലിനെ പറ്റി അറിഞ്ഞത്. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ഡോക്ടറുടെ സമീപന രീതി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശ്വാസവും അടുത്ത ബന്ധുക്കളെ കാണുന്നത് പോലെയാണ് ഡോക്ടർ പേഷ്യൻസിനോട് ഇടപെടുന്നത്. അങ്ങനെയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങേയറ്റം വിശ്വാസവും സ്നേഹവും ആ ഡോക്ടറോടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ അവധിക്കും പറയുന്ന ദിവസങ്ങളിലെല്ലാം കൃത്യമായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് 3 മാസം ആയപ്പോൾ തന്നെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടി. പിന്നെ ഡോക്ടർ ഏത് ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പോകുന്നതെന്നും എന്ത് മരുന്നാണ് തരുന്നതെന്നും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഡോക്ടർ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തരുന്നത്. അത് കാരണം ഞങ്ങൾക്ക് ഒരു സംശയവും മരുന്നിനെ പറ്റിയോ ഡോക്ടറെ പറ്റിയോ തോന്നിയിട്ടുമില്ല. ആ വിശ്വാസം കൊണ്ടാണ്, ഡോക്ടറിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവും കൊണ്ട് 3 മാസം ആയപ്പോൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടി. ഇപ്പോൾ ഒരു ആൺകുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറോട് അങ്ങേയറ്റം സ്നേഹവും ഈ ബന്ധം എന്നും മരണം വരെ നിലനിൽക്കുന്നതുമായിരിക്കും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 20 വർഷം ആകുന്നു. കുറേ വർഷങ്ങളായി ഞങ്ങൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പല ഹോസ്പിറ്റലിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്നിട്ടും ഞങ്ങൾക്കൊരു ഫലമുണ്ടായില്ല. 2 വർഷം മുമ്പ് എൻ്റെ ഒരു റിലേറ്റീവ് മുഖേനയും TV പ്രോഗ്രാം മുഖേനയും സാം ഡോക്ടറിൻ്റെ സ്ഥാപനത്തെപ്പറ്റി അറിയാൻ കഴിഞ്ഞു. ഞങ്ങളവിടെ പോവുകയും സാം ഡോക്ടറുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം ഞങ്ങൾക്കൊരു പ്രത്യാശയ്ക്ക്, ഞങ്ങളുടെ ഒരു കുഞ്ഞിൻ്റെ പ്രത്യാശയ്ക്ക് വഴി കാണിച്ചു തരികയും അതിൻ്റെ ഫലമായി ഈ കഴിഞ്ഞ നവംബർ 8-ാം തീയതി ഞങ്ങൾക്കൊരു ആൺകുഞ്ഞ് പിറക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. സാം ഡോക്ടറിനോടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തോടും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനോടും ഞങ്ങൾ എന്നും കടപ്പെട്ടവരായിരിക്കും. നന്ദി. Abraham's Infertility Research Laparoscopic 4D Ultrasound Test Tube Baby Center. കഴിഞ്ഞ ദിവസം ഒരു രോഗിയുടെ ലെറ്റർ വരികയുണ്ടായി. ഡോക്ടറെ പറഞ്ഞതുപോലെ ഞാൻ കുഞ്ഞിനെ പറ്റി ചിന്തിച്ചു, പക്ഷെ എനിക്ക് പ്രഗ്നൻസി കിട്ടിയില്ല. എന്താണ് പ്രശ്നം? നമ്മുടെ ചിന്തകൾ കലർപ്പില്ലാത്തതാവണം. ആഗസ്ത് നിയമം പൂർണ്ണമായി നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ചിന്തകളിൽ കലർപ്പുകൾ ഉണ്ടാവരുത്. അവ തുടർച്ചയായി പ്രസരിപ്പിക്കുവാൻ നമുക്ക് കഴിവ് വേണം. ചിന്തകളിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ഏകാഗ്രത, അവയുടെ ഫലത്തിൽ നിന്നുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, ഇവ നമുക്ക് വേണം. ചുറ്റിയായിട്ടുള്ള ധ്യാനമുണ്ടെങ്കിലേ ഒരാൾക്ക് ഏകാഗ്രത ലഭിക്കുകയുള്ളൂ. ചിന്തകളെ നമ്മൾ സമ്മർദ്ദപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് വിജയം കിട്ടുകയില്ല. കൃത്രിമമായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടും നമുക്ക് വിജയം ലഭിക്കുകയില്ല. ചിന്തകൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ നിന്ന് പൊട്ടിമുളയ്ക്കണം. ചിന്ത ഒന്നിലേക്ക് മാത്രം കൊണ്ടുവരണം. താങ്കൾക്ക് ഫലം കിട്ടുന്നില്ല എങ്കിൽ താങ്കളുടെ ചിന്തകൾ ഏകീകരിക്കുക, അവ കലർപ്പില്ലാതാക്കുക, താങ്കളുടെ ആധ്യാത്മിക ശക്തി ഉയർത്തുക, ഏകാഗ്രതയോടെ വിശ്വാസത്തോടെ ദൃശ്യങ്ങൾ കാണുക.
അപ്പോഴേ നിങ്ങൾക്ക് ഫലം ലഭിക്കുകയുള്ളൂ. സമ്മർദ്ദപ്പെടുത്തിയതുകൊണ്ടും കൃത്രിമ വികാരങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടും നിങ്ങൾക്ക് ഫലം കിട്ടുകയില്ല. നിങ്ങളുടെ ചിന്തകളുടെ തീഷ്ണതയാണ്, അവയുടെ ഊർജമാണ് നിങ്ങളുടെ ചിന്തകൾക്ക് കാന്തശക്തി നൽകുന്നത്. ഈ കാന്തശക്തി ഉണർത്തുവാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. വന്ധ്യത എന്നൊരു ശാപമല്ല. നിങ്ങളുടെ ചിന്തകളുടെ കാന്തശക്തിക്ക് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് നൽകുവാൻ കഴിയും. അത്യാധുനികമായ വന്ധ്യ ചികിത്സയുടെ പ്രയോജനം സാധാരണക്കാരെ ആൾക്ക് ലഭിക്കണമെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. നമുക്ക് ഒരുമിച്ച് വന്ധ്യക്കെതിരെ പടപൊരുതാം. നന്ദി, നമസ്കാരം. വന്ധ്യത, രോഗവും ചികിത്സയും എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡും ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കത്തുകളും സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: Abraham's Advanced Infertility and Sexology Center, Adhikar Chambers, near Bishop Palace, Changanasheri. Phone 9744 939925.